നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ.എം. എബ്രഹാമിനെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കമാൽ പാഷ. പരാമർശം പിൻവലിച്ചാണ് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് കമാൽ പാഷ വോയിസ് എന്ന സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയാണ് കെ.എം. എബ്രഹാമിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയത്. അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ ഡോക്ടർ കെ.എം. എബ്രഹാം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. തുടർന്നാണ് കമാൽ പാഷ വീഡിയോ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. വക്കീൽ നോട്ടീസിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. വിജിലൻസ് തള്ളിക്കളഞ്ഞ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ ഹൈക്കോടതി കെ.എം. എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് അധിക്ഷേപ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ കമാൽ പാഷ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി പോസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 11, 20 തീയതികളിൽ അപ്ലോഡ് ചെയ്ത 2 വീഡിയോകളിലായാണ് കമാൽ പാഷയുടെ വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. കേസിൽ കെ.എം. എബ്രഹാമിനെതിരെ കാട്ടുകളൻ, അഴിമതി വീരൻ, കൈക്കൂലി വീരൻ തുടങ്ങിയ പരാമർശങ്ങളാണ് നടത്തിയിരുന്നത്. ഉന്നതമായ ന്യായാധിപ സ്ഥാനത്തിരിക്കുന്ന കമാൽ പാഷ വ്യക്തിപരമായ അധിക്ഷേപമാണ് നടത്തിയതെന്നും പറഞ്ഞാണ് കെ.എം. എബ്രഹാം വക്കീൽ നോട്ടീസ് അയച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഹരി വിപണി കുംഭകോണമായ സഹാറയുടെ ക്രമക്കേടുകളും അഴിമതികളും പുറത്തു കൊണ്ടുവന്ന് അതിനെതിരെ രാജ്യം കണ്ട ഏറ്റവും വലിയ പിഴത്തുകയായ 15,000 കോടി രൂപ സഹാറയുടെ മേൽ ചുമത്തുന്നതിനും കാരണക്കാരനായ ഉദ്യോഗസ്ഥനാണ് താൻ. ഇത്തരത്തിൽ തന്റെ സേവന കാലയളവിൽ ഉണ്ടാക്കിയ എല്ലാ സൽപ്പേരിനും കളങ്കം ചാർത്തി തന്റെ കുടുംബത്തിലും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമിടയിൽ തന്നെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഒരു മുൻ ന്യായാധിപൻ എന്ന നിലയിൽ കമാൽ പാഷയുടെ പരാമർശങ്ങളെന്ന് കെ.എം. എബ്രഹാം വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അധിക്ഷേപത്തിന് പരിഹാരമായി വീഡിയോ പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും മുൻനിര പത്രങ്ങളിലടക്കം മാപ്പപേക്ഷ പ്രസിദ്ധീകരിക്കണമെന്നും കെ.എം. എബ്രഹാം വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ചെയ്യാത്ത പക്ഷം 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ട കേസ് നൽകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ 2 വിവാദ വീഡിയോകളും പിൻവലിച്ച് തുടർ പരാമർശങ്ങളിൽ അതിയായ ഖേദവും പ്രകടിപ്പിച്ചത്. തനിക്ക് ഡോക്ടർ കെ.എം. എബ്രഹാമിനോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യവുമില്ല. കേട്ടറിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തത്. അതിന്റെ അനന്തരഫലങ്ങൾ തിരിച്ചറിയുന്നതിൽ താൻ പരാജയപ്പെട്ടുവെന്നും കമാൽ പാഷ മറുപടിയിൽ പറയുന്നുണ്ട്. കെ.എം. എബ്രഹാമിനെതിരെ ഒരു കണ്ടെത്തലും ഇല്ലാത്തതുകൊണ്ടും കേസ് കോടതിയുടെ പരിഗണനയിലായതുകൊണ്ടും ഈ വിഷയത്തിൽ താൻ ഒരു അഭിപ്രായവും പറയാൻ പാടില്ലായിരുന്നു. സുപ്രീം കോടതിയുടെ സ്റ്റേ വന്നതിന് ശേഷമായിരുന്നുവെങ്കിൽ താൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നുവെന്നും കമാൽ പാഷ മറുപടിയിൽ പറയുന്നുണ്ട്. കെ.എം. എബ്രഹാമിന്റെ പരാതിയിൽ പറയുന്ന അധിക്ഷേപ പരാമർശങ്ങൾ താൻ നടത്തിയെന്നത് നിഷേധിക്കുന്ന കമാൽ പാഷ പക്ഷേ 2 വീഡിയോകളും നീക്കം ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു. അത് തനിക്ക് പോലും കാണാൻ കഴിയില്ലെന്നും കമാൽ പാഷ അറിയിച്ചു. ഇങ്ങനെ 2 വീഡിയോകൾ അപ്ലോഡ് ചെയ്തതിൽ അതിയായ ഖേദവും പ്രകടിപ്പിച്ചു. അത് സ്വീകരിച്ച് തുടർ നടപടികളിലേക്ക് കടക്കരുതെന്നും കമാൽ പാഷ മറുപടിയിൽ പറയുന്നുണ്ട്. ഭാവിയിലും കെ.എം. എബ്രഹാമിനെതിരെ വീഡിയോ ലേഖനമോ പ്രസിദ്ധീകരിക്കില്ലെന്നും കമാൽ പാഷ മറുപടിയിൽ ഉറപ്പു നൽകി.